ഹായ് ഗായ്സ്, കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് ഓരോ റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നല്ലാതെ അപ്പം ഞാൻ കരുതി ഇന്ന് എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പം അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ആ മെമ്മറീസ് ഒന്ന് അപ്ലോഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ നാട്ടിലേക്കും ഉണ്ടോയെന്നറിയില്ല, പ്രഗ്നൻ്റായ ലേഡീസിനെ 7ാം മാസത്തിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 പേര് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒറ്റ സംഖ്യ കണക്കിനാണ് ആളുകൾ വരുന്നതെന്ന്, 3 പേരോ അല്ലെ 5 പേരോ അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്നിട്ട് 7 പേരായിട്ട്, ഞാനും കുഞ്ഞും അടക്കം 7 പേരായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ വന്ന ഉടനെ തന്നെ അവർക്ക് കുറച്ച് സ്വീറ്റ്സും ചായയൊക്കെ കൊടുത്ത് അവരെ വെൽക്കം ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഒരു അടിപൊളി സദ്യയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും വന്ന ആളുകളുടെ കൂടെ എൻ്റെ ബ്രദറും എൻ്റെ കസിൻ സിസ്റ്ററും എൻ്റെ ഏട്ടൻ്റെ വൈഫും എൻ്റെ അമ്മയുടെ ചേച്ചിയും എല്ലാവരും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കൂടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, അതായത് ഹസ്ബൻഡും അമ്മയും ചെറിയമ്മയും വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ചടങ്ങായിട്ട്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ടൈമൊക്കെ ഞങ്ങൾ ജോത്സ്യരെ വെച്ച് നോക്കിയിരുന്നു. അവർ ഒരു 2:40 ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ചടങ്ങുകളായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് അരിയിട്ട് എന്നെ അനുഗ്രഹിച്ച്, അല്ലെങ്കിൽ എന്നെയും കുഞ്ഞിനെ അനുഗ്രഹിച്ച് എൻ്റെ വീട്ടിലേക്ക് വിടുന്ന ചടങ്ങാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും അല്ലെങ്കിൽ വീട്ടിലെ പ്രായമായ ആളുകളെല്ലാവരും വിളക്കും അരിയും കിണ്ടിയും വെള്ളവും ഒക്കെ ആയിട്ട് നമ്മളെ അവർ അനുഗ്രഹിച്ചിട്ട് നമ്മളെ നല്ല ഡെലിവറിക്ക് വേണ്ടിയിട്ടും നമ്മളെ നല്ല കുഞ്ഞിനുമൊക്കെ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ച് നമ്മളെ അനുഗ്രഹിച്ചിട്ട് വിടുന്ന ചടങ്ങാണ്. അപ്പോൾ ഞാൻ വന്നിരുന്നതിന് ശേഷം വീട്ടിലെ മുതിർന്ന ഓരോരുത്തരായിട്ട് നമ്മൾ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ കുഞ്ഞിനും എനിക്കും വേണ്ടിയിട്ടുള്ളതല്ലേ, നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ വിചാരിച്ച് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ ഇരുന്ന് ഞാനും നന്നായിട്ട് പ്രാർത്ഥിച്ചു. നിങ്ങളും നന്നായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. നല്ലൊരു കുഞ്ഞിന് വേണ്ടിയിട്ടും നല്ല ഒരു ഡെലിവറിയൊക്കെ ആയിട്ട് ഒരു പ്രശ്നമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞുവാവേനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ വീട്ടിലെ മുതിർന്ന എല്ലാവരും എന്നെ അനുഗ്രഹിച്ചു. കൂട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡും വന്നിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ തന്നു. അങ്ങനെ ഞങ്ങൾ കൃത്യം സമയമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട്. ഇനി എനിക്ക് തോന്നുന്നു വീട്ടിലെത്തിക്കഴിഞ്ഞ് അവിടെയും ഇതുപോലെ തന്നെ മധുരം തന്ന് എന്നെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെയും അരിയിടലും മധുരം തന്ന് സ്വീകരിക്കലൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ അധികം ഷോർട്സോ അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.